പോലീസിന്റെ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ പോലീസിന്റെ ദൈനംദിന ജോലികളുടെ ഭാഗമായിട്ടുണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ മാത്രമാണ്. കാരണം വാഹന പരിശോധന നമുക്കറിയാം. വാഹനങ്ങൾ പരിശോധിക്കുന്നു ഹൈവേയിലും അല്ലാതെയുള്ള സാധാരണ റോഡുകളിലുമൊക്കെ പോലീസുകാര് രാത്രിയും അതുപോലെ തന്നെ പകലുമൊക്കെ വാഹനങ്ങൾ നിർത്തി പരിശോധിക്കുന്നുണ്ട്. വാഹനങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം ഇവിടെ ഈ ഉണ്ടായ ചെല്ലാനം എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ ക്രിസ്മസും അതുപോലെ തന്നെ ന്യൂ ഇയറും പ്രമാണിച്ച് ഫോർട്ട് കൊച്ചിയിലുമൊക്കെ ആഘോഷങ്ങൾ കുറച്ച് കൂടുതലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനോട് അടുത്തുള്ള പ്രദേശങ്ങളിൽ ആലപ്പുഴയുടെ വടക്കൻ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ വാഹനങ്ങൾ പരിശോധിക്കാറുണ്ട്. ഒന്ന് പ്രധാനമായിട്ടും വാഹനാപകടങ്ങൾ കുറയ്ക്കാനാണ് ഈ വാഹന പരിശോധന എന്ന് പറയുന്നത്. മറ്റൊന്ന് ഒരു കുടുംബമായി പോകുന്ന ആളുകൾക്ക് ഒരു സുരക്ഷിതത്വത്തിന്റെ ബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അവരെ അങ്ങനെയുള്ള ഒരു ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ്. മറ്റ് പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരെ ഒന്നും അഴിഞ്ഞാടുന്നില്ല, റോഡിൽ സുരക്ഷിതമായി പോകാൻ പറ്റുമെന്ന് സാധാരണ നിയമം പാലിച്ച് ജീവിക്കുന്നവർക്ക് അല്ലെങ്കിൽ സഞ്ചരിക്കുന്നവർക്ക് ബോധിപ്പിക്കാൻ കൂടിയൊക്കെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഫലത്തിൽ ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പം ഇത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. പലപ്പോഴും എന്നാൽ ഉണ്ടാവുന്നുമുണ്ട്. ഇന്നല്ല, ഇതിനു മുമ്പും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പലപ്പോഴും. ഈ വാഹന പരിശോധന നടത്താൻ നിൽക്കുന്ന ഉദ്യോഗസ്ഥര് സാധാരണ അതൊരു സബ് ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ ഒരു ASIയോ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള പോലീസ് ഓഫീസറോ ഒരു ASI എങ്കിലും ആ കൂടെ കാണും. അപ്പൊ വാഹന പരിശോധന രാത്രിയിൽ അവർ നിന്ന് ഉറക്കളച്ച് ഈ വാഹനങ്ങൾ പരിശോധിച്ച് ഇതിൽ പ്രധാനമായിട്ടും അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയും മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരെയൊക്കെ പിടികൂടാൻ വേണ്ടിയാണ്. ഇപ്പൊ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകള് വാഹനം കൈകാണിച്ച് ചിലപ്പോൾ നിർത്തണമെന്നൊന്നുമില്ല. പക്ഷെ അതിനൊരു മുൻകരുതൽ ആദ്യമേ തന്നെ കരുതണം. കാരണം അതിങ്ങനെയല്ല ചെയ്യേണ്ടത്. ആ വാഹനത്തിന്റെ നമ്പർ നോട്ട് ചെയ്തിട്ട് പിടിച്ച്, ഇന്നിപ്പം ആധുനികമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അത് പാസ് ചെയ്ത് പോകുമ്പോൾ തന്നെ ആ വണ്ടിയുടെ ഉടമൻ ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാനുള്ള സംവിധാനം ഇന്നിപ്പോൾ ഉണ്ട്. അപ്പൊ ആ രീതിയിലുള്ളതാണ് ഉപയോഗിക്കേണ്ടത്. കാരണം അത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ചിലപ്പോൾ വലിയ രീതിയിലുള്ള കുറ്റവാളികളായിരിക്കാം വാഹനത്തിൽ പോകുന്നത്. ചിലപ്പോൾ വെറും മദ്യപിച്ചതിന്റെ പേരിൽ മാത്രമായിരിക്കും വണ്ടി നിർത്താതെ, പോലീസ് കൈ കാണിച്ചിട്ട് നിർത്താതെ പോകുന്നത്. പക്ഷെ അവരെ പിടികൂടാം പിറ്റേ ദിവസം. എന്തുകൊണ്ടെന്നാല് ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനേക്കാൾ കുറഞ്ഞ കുറ്റമാണ് അതായത് വാഹനം കൈ കാണിച്ചിട്ട് നിർത്താതെ പോകുന്നത്. കാരണം മദ്യത്തിന്റെ ലഹരി ഉണ്ടെങ്കിൽ ഡോക്ടറെ അല്ലെങ്കിൽ മെഡിക്കൽ പരിശോധന നടത്തി അയാളെ കണ്ടുപിടിക്കുകയും ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ്. മറ്റേ കൈ കാണിച്ച് നിർത്തിയില്ലെന്ന് പറഞ്ഞാൽ ഫൈൻ മാത്രം അടിക്കേണ്ട ഒരു കുറ്റകൃത്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പലരും ചെറുപ്പക്കാര് കൈ കാണിച്ചാൽ നിർത്താതെ പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഒരു കേസിലെ ചെറുപ്പക്കാർ ഇതൊക്കെ നിഷേധിക്കുകയാണ്. കാരണം അവർ അവരുടേതായിട്ടുള്ള ന്യായീകരണങ്ങൾ പറയുന്നുണ്ട്, പോലീസിന്റെ ഭാഗത്തുള്ള ന്യായീകരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, ഈ ഒരാഴ്ച തന്നെ സ്റ്റേഷനിലെത്തിയ ആ യുവതി, അതായത് ഗർഭിണിയെ പിടിച്ചു തള്ളി മുഖത്തടിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. CA പ്രതാപചന്ദ്രനെ പോലെ ഒരുപാട് പോലീസുകാർ ഉണ്ട് എന്ന് നമ്മൾ പലപ്പോഴായി പറയുമ്പോഴും ഈ ഒരു വാർത്ത വരുമ്പോൾ എല്ലാവരും ആ ഒരു രീതിയിലാണ് ഇതിനെ നോക്കിക്കാണുക. അതെ, അങ്ങനെ തന്നെയാണ്. ഇപ്പം എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായ സംഭവം, ഗർഭിണിയെ കരണത്തടിക്കുന്ന അല്ലെങ്കിൽ മുഖത്തടിക്കുന്ന രീതിയിലുള്ള ആ രീതിയിലുള്ള സംഭവവും ഇതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്റെ വിവേകമില്ലാത്ത പെരുമാറ്റം കൊണ്ട് ബൈക്ക് യാത്രികരെ താഴെ വീഴുകയും രണ്ടുപേർക്കും ഒരുപോലെ പരിക്ക് പറ്റുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ പരിക്ക് ബൈക്ക് യാത്രികന് പറ്റുകയും ചെയ്യുന്ന അവസ്ഥയിൽ പോലീസുകാരനെ മാത്രം വിവേചനത്തോടുകൂടി, അതല്ലെങ്കിൽ എന്താ പറയുന്നത്, തന്റെ കൂടെയുള്ള സഹപ്രവർത്തകനാണ്, അതുകൊണ്ട് അയാളെ ആശുപത്രി കൊണ്ടുപോകണം, മറ്റേ ആളെ കൊണ്ടുപോകുന്നില്ല, അവൻ സഹജീവിയാണെങ്കിലും അവന്റെ പറ്റിയ പരിക്ക് എനിക്ക് പ്രാധാന്യമുള്ളത് അല്ല എന്നുള്ള രീതിയിൽ പോലീസ് കാണിക്കുന്നത് തികച്ചും അല്ലെങ്കിൽ അവിവേകമാണ്. അത് ശരിക്കും ചെയ്യാൻ പാടില്ലാത്തതാണ്. പോലീസിന്റെ പ്രഥമമായിട്ടുള്ള ഒരു കടമയെന്ന് പറയുന്നത് പരിക്കേറ്റവരെയും അല്ലെങ്കിൽ ആ രീതിയിൽ ആക്സിഡന്റ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് ആദ്യമേ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അത് പോലീസുകാരനായിക്കോട്ടെ, അതല്ലെങ്കിൽ സാധാരണക്കാരനായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ആ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തിരിക്കുന്നത് ഒട്ടും ശരിയല്ല. ഈ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. കാരണം പോലീസ് ഉദ്യോഗസ്ഥർ ശരിയായ രീതിയിലുള്ള സൂപ്പർവിഷൻ അല്ലെങ്കിൽ മേൽനോട്ടം നടക്കുന്നില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതും തന്നെയാണ്. അത് തന്നെയല്ല, ഈ പോലീസ് ഉദ്യോഗസ്ഥർ രാത്രിയിൽ നൈറ്റ് പെട്രോളിങ്ങോ അല്ലെങ്കിൽ വാഹന പരിശോധനയ്ക്കോ പോയിട്ട് എത്ര വാഹനങ്ങൾ പരിശോധിച്ചു എന്നുള്ള കണക്ക് കൊടുക്കണം. അതൊരു പ്രത്യേക കാറ്റഗറിയിൽ കുറവാണ്, എണ്ണത്തിൽ കുറവാണെങ്കിൽ അവരെ ശാസിക്കും. പിറ്റേ ദിവസം 8 മണിക്ക് ഉയർന്ന ഉദ്യോഗസ്ഥൻ, ജില്ലയുടെ ചാർജുള്ള ഉദ്യോഗസ്ഥൻ
അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാൻ ഒരിക്കലും ഇതിനെ ന്യായീകരിക്കുന്നില്ല. ഇവർ ചെയ്തത് വളരെയധികം തെറ്റാണ്. പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിൽ എപ്പോഴും റിസ്ക് ഉണ്ട്. അതുകൊണ്ട് അവർക്കൊരു തുച്ഛമായ തുക റിസ്ക് അലവൻസ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട്. കൂടി വന്നാൽ 50 രൂപയോ 100 രൂപയോ കാണുമായിരിക്കും ഇപ്പം. അപ്പം ആ ഒരു അലവൻസ് കൈപ്പറ്റുന്നതിന്റെ തുകയുടെ വലിപ്പത്തിനല്ല, അത് താൻ ചെയ്യുന്ന തൊഴിലിൽ തനിക്ക് റിസ്ക് ഉണ്ട് എന്നുള്ളത് അയാളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലും മറ്റൊരു വിഭാഗത്തിലും ആ അലവൻസ് കൊടുക്കുന്നില്ല. അപ്പം ഇതാണ് അതിനകത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത്. സർ, ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. ഈ അനാവശ്യ അറസ്റ്റുകൾ നമുക്ക് ഈ പോലീസ് നിയമത്തിൽ അത് ഒഴിവാക്കാനുള്ള ഒരു വഴിയുണ്ടോ? കാരണം അറസ്റ്റ് അനിവാര്യമാണെങ്കിൽ കാരണം രേഖപ്പെടുത്തണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ചെറിയ സംഭവങ്ങൾക്ക് അറസ്റ്റ് നിർബന്ധമുണ്ടോ? ഇല്ല, അറസ്റ്റ് ഒരിക്കലും നിർബന്ധമില്ല. അറസ്റ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ അയാളുടെ സാന്നിധ്യം സ്ഥലത്ത് തെളിവുകൾ നശിപ്പിക്കുവാനോ, അല്ലെങ്കിൽ അയാൾ ഒളിവിൽ പോകുവാനോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ അയാൾക്കെതിരായിട്ട് നിൽക്കുന്ന ആളുകൾക്കോ അയാളോട് ബന്ധപ്പെട്ട ആളുകൾക്കോ ഭീഷണി ഉണ്ടാകുന്ന ഒരു രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്യേണ്ടതുള്ളൂ. ഏത് കേസിലാണെങ്കിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഒരു എത്ര വലിയ ഗൗരവമുള്ള കേസാണെങ്കിലും അയാളെ അറസ്റ്റ് ചെയ്യണോ ചെയ്യണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. എന്നിരുന്നാലും അറസ്റ്റ് വിത്തൗട്ട് വാറന്റ് എന്നുള്ള ക്ലോസ്, അതായത് പോലീസ് നേരിട്ടെടുക്കാവുന്ന കുറ്റകൃത്യങ്ങളിലൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യാൻ അധികാരവുമുണ്ട്. അത് പോലീസ് ഉദ്യോഗസ്ഥന്റെ ആ വിവേചനപരമായിട്ടുള്ള അധികാരമാണത്. അപ്പൊ അതായത് യുക്തിപൂർവവും സാമാന്യ നീതിക്ക് നിരക്കുന്ന രീതിയിലും പ്രവർത്തിക്കേണ്ടത് അയാളുടെ കടമയാണ്. തീർച്ചയായും അവരുടെ ഒരു ജോലി, അവരുടെ ഒരു ഈ നൈറ്റ്, സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നൈറ്റ് പെട്രോളിംഗ് ഒക്കെ പോലെ അതൊരു ജോലിയുടെ ഭാഗമാണ്. അപ്പോൾ പക്ഷേ ഈ നിയമപാലനം എന്ന് പറയുന്ന വാക്ക് ഒരിക്കലും മർദ്ദനത്തിന് അനുമതി നൽകുന്നില്ലല്ലോ. മാത്രമല്ല അവരുടെ മാനസികമായ ഒരു സംരക്ഷണവും അത് ഉറപ്പാക്കുകയല്ലേ ചെയ്യുന്നത്. ഈ സംഭവത്തിൽ ഇപ്പം ഓടിച്ചു പോകാൻ ശ്രമിക്കുന്ന ബൈക്കുകാരന്റെ കൈക്ക് പിടിക്കുക എന്ന് പറഞ്ഞാൽ അപകടം അപ്പം തന്നെ ഉറപ്പാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒക്കെ സർവീസിലുള്ള കാലത്തും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. അപ്പോ അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അവര് നിർദ്ദേശം കൊടുക്കേണ്ടതാണ്. പലപ്പോഴും ഈ പോലീസ് ഉദ്യോഗസ്ഥരെ പരിശോധനയ്ക്ക് പോകുന്നവർ തമ്മിൽ പരിചയം പോലും ഇല്ലാത്തവരായിരിക്കും. അപ്പൊ ഈ പരിചയക്കുറവുള്ള, അതല്ലെങ്കിൽ സർവീസിൽ കുറച്ചു കാലം മാത്രമുള്ള ഉദ്യോഗസ്ഥര് വന്നിട്ട് പരിചയക്കുറവ്, പക്വത കുറവുണ്ട്, അവർ ഈ രീതിയിലുള്ള പെരുമാറ്റം ചെയ്യാറുണ്ട്, അങ്ങനെ സംഭവിക്കാറുമുണ്ട്. പക്ഷെ ഇതെന്താണേലും ആ ഉദ്യോഗസ്ഥനെ അല്ല ഞാൻ പറയുന്നത്. അതിന്റെ ചാർജുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. വാഹന പരിശോധനയ്ക്ക് നിൽക്കുന്ന ഒരു SI എങ്കിലും കാണും അവിടെ, ഏറ്റവും കുറഞ്ഞത്. അയാളുടെ ഉത്തരവാദിത്തമാണിത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.